ശ്രീ അധ്യാത്മരാമായണ നിത്യപാരായണം. ഇന്ന് 5-ാമത്തെ ദിവസം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്. ഞാൻ ഇന്നലെ രാത്രി കുറച്ച് വായിച്ചിന് വേണ്ടി വെച്ച്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ അധ്യാത്മരാമായണത്തിൽ അയോധ്യകാണ്ഡത്തിലെ ശ്രീരാമ അഭിഷേക ആരംഭമാണ് ഇന്ന് പാരായണം ആരംഭിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്സത്. വായിക്കുന്നുണ്ടോ? ഓം നമോ ഭഗവതേ ശ്രീരാമ അഭിഷേകാരംഭം. ഓം തത്സത്. ഓം ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ. ശ്രീരാമചരിതല്ലി ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതലിക്കാനും വന്ദിച്ചു വന്ധ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവന സ്മരണം. ജയ ജയ രാമ രാമ. തിരക്കുള്ളവരുടെ ആദ്യം വായിച്ചിട്ട് കൂടും. ഓം നമോ ഭഗവതേ വാസുദേവായ. അയോധ്യകാണ്ഡത്തിലെ ശ്രീരാമ അഭിഷേകാരംഭം. എങ്കിലോ രാജ ദശരഥനേകഥ സങ്കലിതാനന്ദമമ്മാതിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വശിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകാരിലാനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങിനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗമവങ്കലും എപ്പോഴും ഏറ്റം അതോർത്തു കണ്ടീലയോ. പന്നീലമാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു. മുഹൂർത്തമെടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്പം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയിലിനി ഒന്നുകൊണ്ടു മധു നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ വധ സംഭരിച്ചിരണം. രാമനോടും നിന്നിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ ഭക്തികൾ എല്ലാം ഉയർത്തുക. ചാരുപതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. ഇതിലും തിരക്കുണ്ടാ വെച്ചിട്ട് പോ. എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം കൊണ്ടൊരുക്കി കൊടുക്കനി. നാളെ ചെയ്താലോ സുമന്ത്രരോടിത്തം വസിഷ്ഠമനിയും അരുൾ ചെയ്തു. കേൾക്കാം നാളെ പുലർക്കാലെ ശമിച്ചു ചേൽക്കന്യമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മർത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം കൊമ്പനാര ദ്വയംഗണി ദിവ്യനാനാ തീർത്ഥവാര്യപൂർണങ്ങളായി ദിവ്യരത്നങ്ങളും മൂർത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലയജ പർണ ചക്രം
സുവർണഖണ്ഡം മണിശോഭിതം മുക്താമണിമാല്യരചിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാമുനിജനം വന്നിത പ്രാണികളായി സഭാന്തികെ നർത്തകിമാരോടും ഭാരവധൂജനം നർത്തക വൈദിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണമോപീശാരാങ്കണി എന്ന് മനോഹരം ഹസ്ത്യശോഭത്രയേരഥാതി മഹാബലം വസ്ത്രാദ്യങ്കാവലികളും വേണം മഹോത്സവം പൂമ്പാലതയും വരുവാൻ യോഗിക ശോഭയോടെ രാഘവ അഭിഷേകാർത്ഥമായി തം സുമിത്രരെയും നിയോഗിച്ചതി സത്വരം തരിശീലിക്കലേശിഷ്ടനും മിത്രയും ഭാസുരമാശ സന്തോഷേന സംപ്രാപ്തി സാദരം നിന്നത് നേരമറിഞ്ഞ് രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്ത രത്നാസനവും കൊടുത്തിരുത്തി കഥ പത്നിയോട് മതിഭക്ത്യാരവുത്തമൻ പൊൽക്കലാശ നിർമ്മലവാരിണ തൃക്കാർ കഴുകിച്ചു പാദാബ്ജ തീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി സുത്തമോദേന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായ നടിയൻ അതീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു നന്ന് എത്രയും ചൊല്ലുന്നതിപ്പോൾ നിർവാത്മജ കൊൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർഭക വൈദ്യനായി ഇതിനാൽ കൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നതു മൽപിതാവായ ജനം ഭൂപതേ ഇപ്പോൾ മഹാജനങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും ശ്രീമതി ദേവകാര്യാത്മതീവ മുഖ്യം പുനരേവം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കമായ ശിഷ്യനോ ഭഗവാൻ ആചാര്യനേശനാം പ്രഭു സാക്ഷാത്ചരാചരാചരനല്ലോ ഭവാനോർക്കൽ തിരുനാം പിതാമഹനും ഭവാൻ സർവേഷനായ അന്തര്യാമിയായി സർവജഗതന്ത്രവാഹകനായി നീ ശുദ്ധതത്വാത്മകമായ വിഗ്രഹം സംഭവനായുടൻ മധ്യവേഷേണ യോഗമായ യാജാതന എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നതോ ഞാൻ എന്നോട് ദാതാവദാനം ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു ഞാനും ഭഗവാനോട് സമ്പന്ന കാംക്ഷയാൽ പുരോഹിതർ അനുഷ്ഠിച്ചു നിത്യമായുള്ളത് ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലോ ഇന്ന് സഫലമായി വന്ന് മനോരഥമെന്ന് അപേക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇനിയും ലോകേശ മഹാമായ ഭഗവതി ആചാര്യനിഷ്ക്രിയാമൻ ഭവാനെങ്കിൽ ആശയമായ മോഹിക്കായികമേ സർവമുക്തിമിപ്പോൾ പ്രവർത്തവ്യം മയാ രാമപുത്രജിൽ രാജാ ദശരഥൻ കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ അഭിഷേകവും അടുത്ത നാളെന്നത് കണ്ട് ജ്വരവാനായുള്ളതിന വന്നേനകം വൈദേഹിയോടും ഉപവാസവും ചെയ്ത് വേദനിതങ്ങൾ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നും ഒരുക്കുവാൻ വൈകാതെ വന്നേഷത്തിനു നീ എന്നരുൾ ചെന്നു തീരിൽ കലയതിനുള്ള ശ്രേഷ്ഠനും ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്ദി ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി അഭിഷേകനും ഇളമയായി നോദീന ചെയ്യും അടുത്ത നാൾ നിർണയം നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവും നീ രാജ്യഭോക്താവും നീ അത്രേ വത്സ മമത്വം വഹി പ്രാണനാകയാൽ ഉത്സവത്തിനു കൂട്ടിട്ടുകൊള്ളുകാശു നീ മത്സമാനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാൻ ഇല്ലതിന് നമ്മോടാരും ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോഹിലത്താൽ
ഉൾക്കൊണ്ടത് കേട്ട നേരത്ത് നിർമ്മലമായ ഒരു മാലിന്യവും നൽകിനാൾ. കൗസല്യയും ഹൃദയാർത്ഥമായി കൗതുകമായോട് പൂജിച്ചതു ലക്ഷ്മിയെ നാഥേ മഹാദേവി സത്യസന്ധീതം ദശരഥഭിഷേകം കഴിച്ചിടുമെന്ന് കുലമുള്ളത് വളരുന്നതേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃത നാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികെ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകയിൽ ചിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേന പിന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം പങ്കെടുക്കാത്തവരാണ്. സപ്താഹത്തിന്റെ ചെലവ് വെറുതെ എല്ലാവരും കണ്ടു നോക്കിക്കൊണ്ടു. അപ്പോഴത്തെ വിവക്തയാം ബുദ്ധിയും മാനസിക കുറച്ചുടൻ പ്രസാദമേറിനാൾ അവളോട് ചൊല്ലിനാൾ നീ ഏകദേശം അറിയാം. ഈ ആൾക്കാരും ശരി സഹായിച്ചിട്ടുള്ള കമ്മിറ്റിക്കാരോ ഒരു കാര്യത്തിൽ അവർ ചെയ്യുന്നില്ല. ആരെയും അതല്ല പക്ഷേ സുന്ദരമായി വന്നപ്പോൾ കഴിഞ്ഞു. ഞാൻ വെറുതെ ശമ്പളം അപ്പൊ നിങ്ങളല്ലേ ഇതിലുള്ളതല്ലേ നമ്മളുള്ളതല്ല. അവരൊരാൾ വിചാരിച്ച് ചെയ്തെത്രയാണ് അവരെ
തിങ്കൽ നിന്നുടെ ഹസ്തദന്തം സമാവേശതയ്യണം ചിത്തമാത്രേ പതിപ്രാണോളം അങ്ങനെ നിന്നത് ശത്രുക്കളെ വധം ചെയ്തു ചീന്ദ്രനും യുദ്ധസുഖനായ ഒരു ശാന്തരെ നിന്തൊരു കണ്ടതിനെ സന്തോഷം ഉൾക്കൊണ്ട് ചെന്നലറിഞ്ഞിങ്ങനെ പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂപനം നിരഞ്ജിതം നെഞ്ചരിതം പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂപനം നെഞ്ചരിതം നന്നു നിരൂപിച്ചാൽ രഘുവരം തരാമി എന്നിരക്ഷിച്ചു കൊണ്ടത് മൂലം വരിച്ചുകൊണ്ടാലും നിവർത്തവാക്യം കേട്ട് നീങ്ങു മുന്നേരത്തു ചിത്ത സമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ വ്യക്തമായ ഒരു പരത്വയും സാദരം ന്യസ്തം ഭവതി മയാണൃതീശ്വര ഞാനൊരവസരത്തെങ്കിൽ അപേക്ഷിച്ചാൽ ഉടൻ വരാതെ എന്നതേ വേണ്ടു എന്ന് പ്രയോഗിക്കുന്നവരദ്വയം എന്നപേക്ഷിച്ചുകൊള്ളു മടിയാതെ ഞാനും മറന്നു വിടന്നിരു മുന്നമേ മനസ്സേ തോന്നി ബലാലീശ്വരാജ്ഞയ ലളിതയോട് നീ ചിത്തമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ ശോഭേന കിടക്കണി ആഭരണങ്ങൾ പൊട്ടിത്തെറിഞ്ഞടി ശോഭ കൊണ്ടൊരു കാപ്പൂ കഴിച്ചിട്ട് ഭൂമിയെയും കൊടുകൊണ്ടം മണിയുക ഭൂമിയും തന്നെ എല്ലാവരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു പറഞ്ഞുകൊണ്ട് അർപ്പിച്ചു കൊള്ളുകയും ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു കൈകേയി മന്ദരയോട് ചെന്നാളിനി രാഘവൻ കാനനത്തിന് രാഘവൻ കാനനത്തിന് പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമെന്നും ഭരതനും ഭൂപതി ചെയ്താന വിഷയമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവാൻ ദേശങ്ങളില്ല സംശയം ഏതും ഇതിനിളക്കുമ്പോഴായത് നീ ചേർത്ത് ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു ദേശികവാക്യസ്ഥിതനായ സുശീലനായ ആശയശുദ്ധനായ വിദ്യാനിരതനായ ശിഷ്ടനായുള്ളവനെന്ന അംഗീകരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സ്ഥലത്തൊരു സ്റ്റോപ്പ് സെന്റൻസ് പൂർത്തിയായിട്ടില്ല. സജ്ജനനിധിയായി വന്നു കൂടുന്നതം നിർജ്ജന സംസർഗ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം ജനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നല്ല സംസർഗം വേണം. ഒന്നും ആയില്ല. എത്ര ലേറ്റ് ഞാൻ വന്നത് അപ്പൊ പിന്നെ ഇരുന്നു ഉച്ചക്ക് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ല. ഉച്ചക്ക് മടങ്ങി വരാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. വൈകാതെ എന്നതു കേട്ടു ഭയേനമഹീപതി ചെന്നരികത്തിരുന്നു സംഭ്രമം മന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിതു വല്ലഭേ നാദേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതന്ത്രമോടു കിടക്കുന്നതെന്തു നീ ചെയ്തോ വിമോഹന രൂപേ ഗുണശീലേണ്ടായതെന്ത് എന്നോടു ചൊല്ലടോ മൺപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയമില്ല നിനക്കെടോ നാരികളോ നരന്മാരോ ആരൊരു വിപ്രയം ദണ്ഡനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർദ്ധനെത്രയോ ഇഷ്ടൻ നിനക്കെങ്കിൽ അത്തപതിയാക്കി നിർത്തേനവന് ഞാൻ അത്തവാനേറ്റം അവനിഷ്ടൻ നിനക്കെങ്കിൽ നിർദ്ധനാക്കുമേനെന്നും അവനെ ഞാൻ വധ്യനെന്നും അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടും അവധ്യനെ വേണ്ടുകിൽ തൂനം നിനക്കധീനം മമ ജീവനും മാനിനി ഖേദിപ്പതിന്തു കാരണം മൽപ്രാ
ലേശം വെച്ച് ഞാൻ വായിക്കാം. എന്നിട്ട് ലേശം വെച്ച് ഞാൻ വായിക്കാം. ഞാൻ ലാസ്റ്റ് വായിക്കാം. സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നോട് പത്യമായുള്ളതിനെ പറഞ്ഞത് വ്യക്തമാക്കിയിടായ സത്യത്തെ മന്നവാം. എങ്കിലോ പണ്ടു സുരാസുര യുദ്ധേന സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായിരുന്നു. ഭവാനവ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു. ഭവാകരതു 2 നിശ്ചയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജാഭിഷേകം ഭവാനെന്നു ഭരതന് ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നതും. ഭൂപതി വീരൻ ജടാവൽക്കലം കൊണ്ടു താമസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം. മൂലവരങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമനുഷസീവനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകിയിരുന്നു. മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വിന്നാനവനിൽ. വജ്രമേറ്റ ത്രിപതിച്ച പോലെ ഭൂമി സജ്ജരാചേതസവീണിതു ഭൂവനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാകന്ത കാന്തയോ. ഞാനിക ചിത്തഭ്രമം വരാനുണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ. കിം മേദൻ കൃതം ശങ്കര ദൈവമേ പങ്കജലോചനഃ പരബ്രഹ്മമേ. വ്യാക്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർധമതിയായ കൈകേയി തന്മുഖ നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേ അരുൾ ചെയ്തു. എന്തി വണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചു രാഘവൻ. മൽപ്രാണഹാനികരമായ വാക്കുകൾ നീ പോര ചെയ്യുവാൻ എന്തു കാരണം. എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു ഉന്നമെല്ലാം നീ പറഞ്ഞു കേൾക്കുന്നു ഞാൻ. എന്നെയും കൗശല്യദേവിയും അവൻ തന്നുള്ളിൽ ഇല്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിതു തോന്നുവാനെന്തൊരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ. രാമൻ പോകണമെന്നുണ്ടോ രാമനാമേതും ഭയം നിനക്കുണ്ടാകാം. ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹിപാവനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും രാത്രി വരീശ്വരനോട് ചൊല്ലിയിടി ഞാൻ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതെ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളാലുള്ള നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടി ഞാൻ. പങ്കജനേത്രനാം രാമനുഷസ്സിനും ശങ്കാവിഹീനം വനത്തിനു പോകയാൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ കുവിരാജ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖബോധിയുണ്ടാകേ ആക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശബദ്ധവും ഭൂമിപതേ വ്രതാമിതയാം കീഴലാം. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നയാൻ സന്താപത്തോടു മോഹിച്ചു വീടിനാൻ. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ. രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയതു വത്സര തുല്യയായി. ചെന്നാനരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശബ്ദേന സംഗീതഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുണർത്തിയിടിനാൽ അന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രം അവരെ നിവാരണം ചെയ്താൻ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി കൽപ്പുരമൊക്കെ നിറഞ്ഞു ജനങ്ങൾ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലതാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റ കുടത്താട് ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരണാഭരണാദ്യലങ്കാരവും വാരണവാദിരഥങ്ങൾ പദാദിയും വാനരാദീജനം പൗരജനങ്ങളും ഹേമരക്തോജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വശിഷ്ഠ
ചെയ്തതൊക്കെ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാൾ ശ്രീബാലവൃദ്ധാവധി പുരവാസികളാവത ആബദ്ധ കൗതുകഹലാബ്ദിയ നിമഗ്നരായി രാത്രിയും നിദ്രയും കൈവിട്ടു മാനസേ ചിത്ത പരമാനന്ദത്തോടുമേവിനാൽ നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതി രമ്യമകരായുധ മണികുണ്ഡലാ സമുക്ത ശോഭിത ഗണ്ഡസ്ഥലങ്ങളും ലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡല തുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാപയും കുന്തമുകുള സമാന ദന്തങ്ങളും ബന്ധുകസൂന സമാന ധാരാഭയും കന്തരാഹിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുദരവും സന്ധ്യപ്രസന്നേഹ പീതാംബരാഭയും പൂഞ്ചേരമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചനകാന്തികളും തനുമധ്യവും കുംഭിക്കുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പിടും ഉരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സജീവജാനവും അംഭോജബാണ നിശങ്കാഭജം അംഭോജബാണ നിശങ്കാഭജങ്കയും കമ്പങ്കലർന്നു കമടപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംഭോജതുല്യമാമാങ്കൃതം കലങ്ങളും രംഭാരി രത്നം തൊഴുതിരുമേനിയും കാരകടകവലാങ്കുലിയാദി ചാരുതാര ആഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടു ലക്ഷ്മി നിവാസനാം രാമചന്ദ്രൻ മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോടു സഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാൻ നോക്കിയും പാർത്തുവാർത്താനന്ദ പൂർണ്ണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും ഭൂമിയും വാണേടിനാൻ പുരവാസികളാദരാൽ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ജയ ശിവാജി. രാമ ശ്രീരാമചന്ദ്രായ നമഃ. അന്നേരം ആദിത്യനും ഉദിച്ചിടിന മന്നവൻ പള്ളിക്കുണർന്നില്ല എന്നും എന്തൊരു മൂലമതിനെന്ന് മാനസേ ചിന്തിച്ചു മന്ദം മന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തപുരമകം പൂക്കാനതിദ്രുതം രാജീവമിത്ര ഗോത്രോദ്ഭൂത ഭൂപതേ രാജേന്ദ്ര പ്രവരാജയ ജയ ഇത്തം നൃപനെ സ്തുതിച്ച് നമസ്കരിച്ചു ഉദ്ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ട് സുമന്ത്രരും സത്രരും കൈകൈ തന്നോട് ചോദിച്ചാൽ ദേവനാരി സമേ രാജപ്രിയതമേ ദേവി കൈകൈ ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്ന് മഹാരാജവല്ലഭേ ചൊല്ലുക എന്നോടെന്ന് കേട്ട് കൈകേയും ചൊല്ലിനാളാസു സുമന്ത്രനോടന്നേരം രാത്രി പതീന്ദ്രന് നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നത് കാരണമാകിയാൽ സ്വസ്ഥനല്ലാതെ സമജിതു തന്നെ ചിത്തത്തിനെ അസ്വതന്ത്രത്വം ഭവിക്കയാ രാമരാമേതി രാമേതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും ഉജ്ജൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതു മന്നവൻ രാമനെ കാണാൻ ദുഃഖം നൃപേന്ദ്രനെ രാമനെ ചെന്ന് വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാ ചെന്ന് കുമാരനെ കൊണ്ട് വരാമല്ലോ രാജവചനമനാകണ്യജ്ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാജകുമാരനം നന്ദനം തന്മുഖം വൈകാതെ കാണണം എന്നത് കേട്ടു സുമന്ത്രരോടറിപ്പോയി ചെന്ന് കൗസല്യാസുതനോട് ചൊല്ലിനാൽ താതൻ ഭവാനിയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ വന്ദേതരം അവൻ തന്നോട് കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിരചനം താതൻ മരുവിടും മന്ദിരേ ചെന്ന് പിതാവിൻ പദത്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിന രാമനെ ചെന്നെടുത്ത് ആലിംഗനം ചെയ്യുവാൻ ഭൂമീപനാശു സമുദ്ധായ സംഭ്രമാൽ വാകുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖ്യനെ മോഹിച്ച് ഭൂമിയിൽ വീണത് ഭൂപനും രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമീപനെ കണ്ട് വേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത് ആശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ നാരീ ജനങ്ങളത് കണ്ടനന്തരം
ആരൂഢ ശോകാവിലാപം തുടങ്ങിന രോദനം കേട്ട് വസിഷ്ഠ മുനീന്ദ്രനും കേതേന മന്ദിരം പൂക്കിയതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചതന്നേരം കാരണമെന്തോന്ന് താതാ ദുഃഖത്തിന് നേരെ പറവിൻ. അറിഞ്ഞവരെന്നത് നേരെ പറഞ്ഞതു കേകയ പുത്രിയും. കാരണം താത ദുഃഖത്തിന് നീ തന്നെ പാലിൽ സുഖം ദുഃഖം മൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കിൽ താതനെ ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭക്തു ദുഃഖോപശാന്തിക്ക് കിഞ്ചിത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ. അത് ചിത്തഹിതം നൃപതീന്ദ്രന് നിർണയം. പുത്രന് ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ. 2 വരം മമദത്തമായിട്ടുണ്ട്. പണ്ട് നിൻതാതിനാ സന്തുഷ്ട ചേതസ നിന്നാലെ സാധ്യമായുള്ളുന്നത് 2 ഇന്ന് തരേണമെന്നർത്ഥിക്കുകയും ചെയ്തൻ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ച് കിന്നനായി വന്നിരു താതൻ അറിക നീ. സത്യഭാഷേന സമ്പന്നനാം താതനെ സത്തരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. ഇതന്നല്ല പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാടനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു. ശതപത്ര സമുദ്ഭവൻ ഭവൻ എന്നതറിക നീ. മാതൃവചന ശൂലാഭിഹതനായ വേദിനി ബാലകുമാരനാം രാമനും എത്രയും മാറ്റം വ്യതിതനായി ചൊല്ലിന. ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പിൻ. ഇതിനില്ല സംശയം മാനസേ ഖേദമതിനില്ല എനിക്കേതും. രാജമെന്നാകിലും താതൻ നിയോഗിക്ക രാജമെന്നാൽ അറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്ന് ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പിന്നറിക നീ. പാവകൻ തങ്കിൽ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേരസി തെറ്റില്ലെനിക്കറി എന്നറിക നീ. താതകാര്യം അനാജ്ഞാപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്രാനിയുക്തനായിട്ടും ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉത്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമില്ലെന്ന് വെച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്ന് ചൊല്ലുന്ന സജ്ജനം ഇത്തമെല്ലാം പരിജ്ഞാനം മയാതുനാം. ആകയാൽ താതൻ നിയോഗം അനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യകം സത്യം കരോമ്യകം സത്യം മയോക്തം മറിച്ച് 2 വരാ. രാമപ്രതിജ്ഞ കേട്ടൊരു കൈകയും രാമനോട് ആശു ചൊല്ലിയിടിനാൾ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. താതൻ നിനക്ക് അഭിഷേകാർത്ഥമായി ഉടനാദരാൽ സംഭരിച്ച ഒരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം വർധന ചെയ്യണം. 2 വരം പിന്നെ ഒന്നുണ്ട് വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താപസവേഷേന വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട്. പണ്ണവനിന്നത് ദുഃഖമുണ്ട് ദുഃഖമാകുന്നതും എന്നത് കേട്ടു ശ്രീരാമനെ ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായതു ചെയ്യുക അഭിഷേകം ഭരതനു ഞാൻ ഇനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോട് ചൊല്ലാനു പിതാവിനു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡക വാസത്തിനേറ്റം എഴുതല്ലോ. സ്നേഹമെന്നെ കുറിച്ച് അമ്മയ്ക്ക് ഉദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് കുരുവും തൃപ്തനാക്കിയിടാൻ താതനു തന്നുടെ യൗവനം നൽകി ജരാ നരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു. മൽപിത ദുഃഖിപ്പതിനെന്തവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ശ്രീജിതനായ കാമുകനായ ഒരു രാജാധവനാകും എന്നെയും വൈകാതെ. പാശേന ബന്ധിച്ച് രാജ്യം ഗ്രഹിക്കനേ ദോഷം നിനക്കതേനേതോ മകപ്പെടാം. അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ. കുമാര ഗുണാകുതേ രാഘവ. പൃഥ്വീവനേന്ദ്രൻ ദശരഥൻ പുനരുത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ. എന്നെ പിരിഞ്ഞു നീ ഒരു മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറയുകയും കണ്ണുനീരാലോല വാർത്തു കരകയും നന്നായി മുറുകെ തഴുകയും പിന്നെ ചുടേ ദീർഘമായി വീർക്കയും കിന്നനായ ഒരു പിതാവിനെ കണ്ടുടൻ തന്നുടകയാൽ കൂട്ടുജലം കൊണ്ട്
കണ്ണും മുഖവും തുടച്ചു രക്ഷിച്ചവൻ ആശ്ലേഷ നീതിവാനെ വാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചേക്കുന്ന നയകോപിതന്തത എന്തിനെന്താതൻ ഹൃദൈവ ദുഃഖിക്കുന്നത് എന്തൊരു ദണ്ഡം ഇതിന് മകീപതി സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായില്ലേ ഇതു രണ്ടിനും സോദരനാട് ഭരിച്ചിടും നേടുന്ന സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും മനത്തിങ്കൽ വാണിയിടുവാൻ ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവിനിക്കു വിധിച്ചതു നന്നല്ലോ മാതാവു കൗസല്യ തന്നെയും വന്നിട്ടു മൈഥിലിയോടും പറഞ്ഞിന് വൈകാതെ പോകതെന്നായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃകേപം പൊക്കതു നേരം ധാർമ്മികനായിക മാതാസുസമ്മതം ബ്രാഹ്മണരെ കൊണ്ട് ഹോമം പൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ചു വിത്തമജീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈകൊണ്ട് ഭഗവത്പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെ കണ്ടതില്ലല്ലോ അന്തികെ ചെന്ന് കൗസലയോടെ നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിനാൾ രാമൻ ഉപഗതനായത് കണ്ടില്ലേ ഭൂമിപാലം നോക്കിയിടുന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മറ്റേതരം മുറുകെ പുണർത്തിയിടിനാൾ പിന്നെ വടിയിലിടുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്നീ വരം ജലശ്യാമളക്കളെ വരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ എന്തൻ മകനെ മുഖാമ്പുരം പാടുവാൻ ബന്ധമുണ്ടായൊരു കാലം വിശുദ്ധയോ വന്നിരും നേടൂ പുരിപ്പതിനാഥു നീ എന്ന് മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോട് അരുളി ചെയ്തു ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമേ ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം മുൽപ്പാട് കേകയ പുത്രിയാം അമ്മയ്ക്ക് മൽപിത രണ്ടു വരം കൊടുത്തിടിനാൻ ഒന്നും ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കുന്ന മറ്റേതും തത്ര 14 സംവത്സരം വസിച്ചത്ര നീടുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവ് ശ്രീരാമവാക്യമേവം കേട്ട് കൗസല്യഭാരൻ മോഹിച്ചു വേണിയിടിനാളാകുല പിന്നെ മോഹം തീർന്നിരുന്ന ദുഃഖാർണവൻ തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ എന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാലും നീ പോകില്ല ദണ്ഡധരാലയത്തിനു പോയിടുവൻ പൈതലി വേറിട്ട് പോയ പശുവിനുള്ള ആദ്യം പറഞ്ഞറിയിച്ചിടരുതല്ലോ നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാട് വാഴേണമെന്നുള്ളൂ വിധിമതം എന്നു പിഴച്ചത് കൈകൈയോട് നയിച്ചേക്ക് ഭൂപനോടും കുമാര ബലാസാദനും ഞാനും കൊണ്ട് വിഹിതം നിനക്കുരുക്കില്ലെന്ന് നിർണയം പോകണമെന്ന് താരണ്യോ വഹിക്കൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടെ വാക്യത്തെ ലംഘിച്ചു പോകരുത് തന്നുടെ വാദം ഗമിക്കുന്നതാകിലോ ഞാനുവൻ പ്രാണങ്ങളെ തിരിച്ചിടുവൻ മാനവവംശോ പിന്നെ പിടിഞ്ഞു പോം താത്ര കൗസല്യവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടു ഒരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൽ ആകുലം എന്തിന് കാരണമുണ്ടാവാം പ്രാതരിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം തപാഹീനം ഷഠപ്രിയം ബന്ധിച്ചുദാതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിൽ നയച്ചഭിഷേകമാരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ബന്ധുവിൻ്റെതും ഇതിന് ശോകിപ്പതിന് അന്തർമുത വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാതൊന്നും ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേവരു യുദ്ധം പറഞ്ഞ ലോകത്രയം തദ്രുഷാദർത്ഥമാമാതു സൗമിത്ര നിൽക്കുന്നേരം മന്ദഹാസം ചെയ്ത് മന്ദേതരം ചെയ്ത് നന്ദിച്ചു പാഠമായ ആലിംഗനം ചെയ്തു സുന്ദരൻ മന്ദിര വത്സലനാനന്ദ സ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദിരാക്ഷരാദി വൃന്ദാരകവിന്ദ വന്ധ്യാംഗ്രി യുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്ര വിഭാരന ഇന്ദുചൂടപ്രിയൻ പന്താരു വൃന്ദ മന്ദാരസൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ.
നിന്നുടെ സമയം പറയേ വത്സസൗമിത്രേ കുമാരാനി കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനിടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസധ്യമായില്ലോ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ള ഒരു രാജദേഹാദിയും വിശ്വവും നിശേഷധാന്യദാനാദിയും സത്യമെന്നാകിലതിൽ പ്രയാസം തവ യുക്തമതല്ലായിലെന്തീനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ ഭഗ്നി സന്താപ്തലോഹത്താംബുബിന്ദുന സന്നിഭം മധ്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദുർധരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഗ്നിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ പാന്തപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഗന്ധൃണ അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാഥാപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ദശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തമ്മതി ഭ്രമമുള്ള ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നതേതും അറിയുമില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും കൊണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനർ ഓർത്തറിയും നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകരുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതി ഏതും അറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിലാസങ്ങൾ ഒന്നുമോരായികയാൽ ആമകുംഭാർക്കും സമാനമായുസുരൻ യോഗങ്ങളാകുന്ന ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം വ്യാഗ്രിയെ പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം ബുദ്ധിയും കൂടുതലു നേരം പിരിയാതെ ചിത്രവും പാർത്തുകൊണ്ടിരിക്കുന്നു ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം യോഗമൻ ആമ്രേണിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല ബിന്ദുവിൻ നീരായി ചമഞ്ഞു പോയിടില്ല മണ്ണിനു കീഴായി കൃമികളായി പോകില്ല നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം തത്മാംസരിക്താസ്തി വിമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയനായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൂ നദീശ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസകാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായ എന്നധിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാമവിദ്യയാകുന്നതും ദേഹമല്ലോർത്തിൽ ഞാനായതാത്മാവിന്നു മോഹികഗന്ധിയായുള്ളതു വിദ്യകൾ സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധ ലോകമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറിയടൂ മാതൃപിതൃ സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിരൂപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോരുജ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ദുരജനം ക്രോധമല്ലോ യമാനായ ദുർനിർണയം വൈതരണ്യാക്കിയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭികേ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമെന്നാലൊരു ജാതിയും വരാം
ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പതാത്മാവ് കേൾ. ശുദ്ധ സ്വയം ജ്യോതി ആനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക നീ. സാരജ്ഞനായി നീ കേൾക്കുക ദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിരണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങൾ എല്ലാം വിരിച്ചവണ്ണം വരെ ബ്രഹ്മണി നിത്യയെ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാം ഏതരിച്ചുകൾ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരം ആനന്ദം ഉൾക്കൊണ്ടുമായ മോഹങ്ങൾ മാനസത്തിങ്ക നിന്നാശൂകളഗതി മാനമല്ലോ പരമാപദമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ. സമയം കുറയായില്ല, നിർത്തട്ടെ. കുറച്ച് സമയമായില്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്നത്തെ പാരായണം കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. ഓരോ ദിവസം സമ്പൂർണ്ണ പാരായണമുള്ള ദിവസം വളരെ കുറച്ച് പാരായണം ചെയ്യാൻ സാധിക്കുകയാണ്. ചില ദിവസങ്ങളിൽ കുറച്ചധികം പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും വേണ്ടിയിട്ടും ആയിരാരോഗ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ വിഷ്ണു ഭുജകപ്രയാണ്. ഓം തത്സത്. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജകപ്രയാണ്. ഇദം ശംവിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാ